എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് ഇംഗ്ലീഷ് ടെസ്റ്റ് ഫോർ കനേഡിയൻ മൈഗ്രേഷൻ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് IELTS എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, IELTS നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. IELTS പലർക്കും ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ. അപ്പം ഇംഗ്ലീഷ് ടെസ്റ്റ് LMIക്ക് ഇംഗ്ലീഷ് വേണം, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കാനഡയിലെ ഒണ്ടാരിയോ പ്രൊവിൻസിലെ ടൊറൻറ്റോയ്ക്ക് അപ്പുറം നോർത്ത് സൈഡ് ഓഫ് ടൊറൻറ്റോ അൽഗോൺകിൻ നാഷണൽ പാർക്കിലാണ്. ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അൽഗോൺകിൻ പാർക്കിൻ്റെ ഒരു ചെറിയൊരു ഒരു വ്യൂ, നമ്മളൊരു ഡ്രൈവിൻ്റെ ഒരു വീഡിയോ നമ്മളതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആദ്യം ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ കനേഡിയൻ മൈഗ്രേഷൻ. സെൽപിപ്പ് എക്സാം എന്ന് പറഞ്ഞൊരു പരീക്ഷ കാനഡയിൽ മാത്രം മൈഗ്രേഷൻ കാൻഡിഡേറ്റ്സിനെ എഴുതാൻ പറ്റിയിരുന്ന ഒരു പരീക്ഷയായിരുന്നു സെൽപിപ്പ്. IELTS അല്ലാതെ കാനഡ മൈഗ്രേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു എക്സാം സെൽപിപ്പാണ്. അതല്ലാതെ ഫ്രഞ്ച് മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് മൈഗ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ ഇപ്പോൾ നമ്മളുടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പതുക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് അത് എലാബറേറ്റ് ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ അവർ തുടങ്ങിയിട്ടുണ്ട്, ദുബായിലൊക്കെ അവർ എക്സാം സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. പാരഗൺ ടെസ്റ്റിംഗ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ IELTSനേക്കാളും എളുപ്പമാണ് ഈ പരീക്ഷ. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ ഈ 3 മണിക്കൂർ നേരം നിങ്ങൾ പരീക്ഷ എഴുതുമ്പം നിങ്ങൾ സ്പീക്കിംഗ് ചെയ്യുന്നതും നിങ്ങൾ റൈറ്റിംഗ് ചെയ്യുന്നതും നിങ്ങൾ ലിസ്ണിംഗ് നേരത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു. എല്ലാം എസ്സേ റൈറ്റ് ചെയ്യണതും എല്ലാം കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ്സേയുടെ കാര്യം എടുക്കുക, നിങ്ങൾക്ക് വേർഡ് കൗണ്ടിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വേർഡ് കൗണ്ട് ഓൾറെഡി അതിനകത്ത് താഴെ കാണിക്കും. പിന്നെ സ്പെല്ലിംഗ് എറർ വരില്ല. സ്പെല്ലിംഗ് എററൊക്കെ നമുക്ക് വേർഡിൽ ടൈപ്പ് ചെയ്യണ പോലെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടൻറ്റിൽ മാത്രം പിന്നെ ടൈപ്പിംഗ് സ്പീഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീക്കിംഗ് കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ ഇമേജ് തരും. ആ ഇമേജ് തന്നിട്ട് നമ്മൾ ആ ഇമേജിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പോൾ അവരൊരു കാർ പാർക്കിംഗ് ലോട്ട് വന്നിട്ട് അതിനകത്തൊരു ചേച്ചി കാറിലോട്ട് കയറാൻ നിൽക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു കുട്ടി പാർക്കിൽ കളിക്കുന്നത് കാണിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു പിക്ചർ നമ്മൾ എലാബറേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് പക്കയാണ്. നമ്മൾ സാധാരണ IELTSൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പലർക്കും നേരിട്ട് ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ചമ്മൽ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് ഈ സെൽഫി പരീക്ഷയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, കുറച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു വശമുണ്ട്, നിങ്ങളത് യൂസ്ഡ് അല്ലാത്ത ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളൊരു പേഴ്സൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കത് കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ മിററിൽ നിങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സെൽഫ് പിസ് ഫോർ യു. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടിയും പറയാം, ഇംഗ്ലീഷ് ഒട്ടും അറിയാതെ LMI കിട്ടിയിട്ട് അങ്ങോട്ട് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ IELTS ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ IELTSന് അല്ലെങ്കിൽ LMIക്ക് അവർ നിങ്ങളെ വിളിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങളുടെ ഇൻ്റർവ്യൂ നടത്തുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ IELTSനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോച്ചിങ്ങിനൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായും ശ്രമിച്ചിരിക്കണം. നിങ്ങൾ കാനഡ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇംഗ്ലീഷ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കണം. ഇംഗ്ലീഷ് നല്ലോണം പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ നിങ്ങളെ കളിയാക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറേയാണ്. സോ നിങ്ങൾ തീർച്ചയായും ഇംഗ്ലീഷിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ കാനഡ പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് ട്രെയിനിങ് എടുത്തിരിക്കണം. അതിന് എടുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം നമ്മളുടെ ഇംഗ്ലീഷിലുള്ള ഒരു പത്രം വരുത്ത വീട്ടിൽ മലയാളം പത്രം വായിക്കുക, ഓരോ ദിവസം ഒരു 10 വേർഡ് വെച്ച് പഠിക്കുക, ഇംഗ്ലീഷ് ന്യൂസ് കാണുക, സെയിം മലയാളം വേർഷൻ കാണുക. അപ്പം ഇംഗ്ലീഷ് മൂവി സബ്ടൈറ്റിൽസ് ആദ്യം കാണുക, അത് കഴിഞ്ഞ് സബ്ടൈറ്റിൽസ് ഇല്ലാതെ അത് കണ്ട് അത് മനസ്സിലാക്കിയാണ് എടുക്കുക.
ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. വളരെ എഫക്റ്റീവായിരുന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക, ഇംഗ്ലീഷിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഒരു പറഞ്ഞ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡയലോഗ്സൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ അൽഗോൻഗിൻ പാർക്ക് ഇപ്പോൾ ഫാൾ സീസണാണ് ഇവിടെ. ഇന്ന് ഒക്ടോബർ 2-ാം തീയതിയാണ്. ഇവിടെയുള്ള ചെടികളും മലകളും എല്ലാം സംഭവം എല്ലാം നല്ല ഭംഗിയിലിരിക്കുവാണ്. പച്ച, ചുവപ്പ്, മഞ്ഞ, ഒരു രക്ഷയില്ല, കിടില്. ഫാൾ സീസണിൻ്റെ മൂർധന്യത്തിൽ നിന്നിരിക്കുന്ന സമയമാണ് കാനഡ. അപ്പോൾ ഈ മഞ്ഞയും ചുവപ്പും ഭംഗിയൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. ഞാൻ പലപ്പോഴും ജോലിയുടെ സമയത്ത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ക്വസ്റ്റ്യൻസും കൺസേൺസും എല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. LMIA നമ്മളുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ചങ്ങാതി അപ്ലൈ ചെയ്ത് പുള്ളിക്ക് ഒരു എംപ്ലോയർ കോൺടാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോസ് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ഫേക്കുകൾ നമ്മൾ കാരണം തടയാൻ പറ്റി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും കാര്യം വരയ്ക്കും.